വീണ്ടും നമ്മൾ സോബിൻ ഷാഹിന്റെ വീട്ടിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് അരുൺ ശങ്കർ തുടരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് അരുൺ, എത്ര നേരമായി ഈ റെയ്ഡ് തുടരുന്നു? എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ കിട്ടിയതായി സൂചനകളുണ്ടോ? സൗബിൻ പ്രതികരിക്കാനോ മറ്റോ തയ്യാറായിട്ടുണ്ടോ? ദിവിഷ്, മഞ്ഞുമൽ ബോയ്സ് സിനിമയെ ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നത്. നേരത്തെ നമ്മൾ മറ്റു സ്ഥലത്തിൽ നിന്ന് റിപ്പോർട്ട് തന്നിരുന്നു. ഇപ്പോൾ സോബിൻ ഷാഹിന്റെ വീട്ടിലാണ് IT സംഘം ഉള്ളത്. ഇവിടെ രാവിലെ 8 മുതൽ 4 അംഗ ഇൻകം ടാക്സ് സംഘം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തുമ്പോൾ ഈ വീടിൻ്റെ സ്വീകരണ മുറിയിൽ സോബിൻ ഷാഹ് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വിതരണത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻകം ടാക്സ് വകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തുന്നത്. അതായത് ഇതിൻ്റെ വിതരണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ളൊരു റിട്ടേണും ഇവർ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വീടിനുള്ളിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഉണ്ട്. അവരിപ്പോഴും അതിൻ്റെ രേഖകളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തിയപ്പോൾ സോബിൻ ഷാഹിർ വീടിൻ്റെ പൂമുഖത്ത് ഈ സ്വീകരണ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ക്യാമറയുടെ സാന്നിധ്യം കണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോവുകയാണ്. ഇപ്പോൾ ഗേറ്റും വന്ന് വീട്ടുകാർ പൂട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വീടിനകത്ത് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട്. രാവിലെ 8 മണിക്കാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സോബിൻ ഷാഹിർ 8 മണിക്ക് തുടങ്ങിയ പരിശോധനയാണല്ലോ. അപ്പൊ ഒരുപാട് മണിക്കൂറുകളായല്ലോ. ഈ സോബിൻ നേരത്തെ സോബിന്റെ അതായത് പണം കൃത്യമായി നൽകിയില്ല എന്നൊക്കെ പറഞ്ഞുണ്ടായ ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനോട് കൃത്യമായിട്ട് പിന്നീട് ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസ് എന്തെങ്കിലും പ്രതികരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അന്ന് മുതലേ അപ്പോൾ ഈ IT ഒക്കെ ഒരു നിരീക്ഷണത്തിൽ കൂടിയാണോ ഈ സോബിനും സോബിന്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ? അരുൺ, നമുക്കറിയാം, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് മലയാള സിനിമയുടെ തലവിധി തന്നെ മാറ്റിക്കുറിച്ചത് എന്ന് തന്നെ പറയും. കാരണം ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച സിനിമയായിരുന്നു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും നിറഞ്ഞോടിയ സിനിമയായിരുന്നു. ഈ സിനിമയിലൂടെ 200 കോടിയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതായിരുന്നു നിർമ്മാതാക്കളുടെ അവകാശവാദം. അതിനുശേഷമായിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളി ആയി തന്നെ വഞ്ചിച്ചു എന്ന പറഞ്ഞുകൊണ്ടൊരാൾ രംഗത്ത് വന്നത്. അതിനുശേഷം ED റെയ്ഡ് നടന്നു. ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡും നടന്നിരിക്കുകയാണ്. ഡ്രീം ബിഗ് മൂവീസ് എന്ന കമ്പനിയാണ് ഇതിൻ്റെ വിതരണം നടത്തിയിരുന്നത്, ആഗോള വിതരണം ഏറ്റെടുത്തിരുന്നത്. ഇവർ ഇതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി ബോധിപ്പിച്ചില്ല. അതായത് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്ന ഒരു തിരിമറി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഡ്രീം ബിഗ് മൂവീസിൻ്റെ ഫിലിംസിൻ്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ സോബിൻ ഷാഹിൻ്റെ വീട്ടിലും ഒരേ സമയം റെയ്ഡ് നടക്കുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പം ഏകദേശം 10 മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. 4ഓളം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സോബിൻ ഷാഹിൻ്റെ വീട് കേന്ദ്രീകരിച്ചുള്ള റെയ്ഡിൽ പങ്കാളികളായിരിക്കുന്നത്. അവർ 2 ഉദ്യോഗസ്ഥർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. നമ്മൾ എത്തുമ്പോൾ അവർ ഫയലുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോബിൻ ഷാഹിറും വീടിൻ്റെ സ്വീകരണ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നത് കണ്ട് നമുക്ക് ക്യാമറയുടെ സാന്നിധ്യം കണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ശരി. സോബിൻ ഷാഹിന്റെ വീട്ടിലാണ് ഇപ്പോൾ IT വകുപ്പിന്റെ പരിശോധന നടക്കുന്നുണ്ട്. മണിക്കൂറുകളായി നടക്കുന്ന ഒരു റെയ്ഡ് 8 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയും സമയമായി റെയ്ഡ് നടക്കുന്നു. സോബിന്റെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. നികുതി അടയ്ക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേന്ദ്രത്തിൽ മാത്രമാണോ മറ്റാരുടെയെങ്കിലും ഇപ്പോൾ ഇവരുടെ പാർട്ട്നേഴ്സിൻ്റെയോ അങ്ങനെ ആരുടെയെങ്കിലും വീടുകളിൽ പരിശോധനകളോ മറ്റോ ഉണ്ടോ കൊച്ചിയിൽ വേറെ എവിടെയെങ്കിലും? ഇപ്പോൾ 2 ഇടങ്ങളിലാണ് ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നത്. ഈ സിനിമയുടെ വിതരണക്കാരായിരുന്ന ഡ്രീം ബിഗ് ഫിലിംസിൻ്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ സോബിൻ ഷാഹിൻ്റെ വീട്ടിലുമാണ് നിലവിൽ റെയ്ഡ് നടക്കുന്നത്. ഈ 2 സ്ഥലത്തും ഒരേ സമയത്താണ് റെയ്ഡ് തുടങ്ങിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സോബിൻ ഷാഹിൻ്റെ വീട്ടിൽ 8 മണിയോടുകൂടിയാണ് IT സംഘം എത്തിയത്. ഡ്രീം ബിഗ് ഫിലിംസിൻ്റെ ഓഫീസും സമാനമായ സമയത്താണ് എത്തിയത്. ഇപ്പോഴും ഈ 2 ഇടങ്ങളിലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ നൽകുന്ന രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചില തിരിമറികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിലൊരു വ്യക്തത സോബിൻ ഷാഹിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ വിജയത്തിന് ശേഷം നിരവധി പ്രത്യാരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. ED പരിശോധന ഉൾപ്പെടെ നടന്നിരുന്നു. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ പരിശോധന നടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ
കൂടെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്, പരിശോധന നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സോബിൻ ഷാഹിറിൻ്റെ ഭാഗം വിശദീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം തയ്യാറായി കഴിഞ്ഞാൽ അതും കാര്യവും നമ്മൾ ചോദിക്കും. എന്തായാലും ഇപ്പോൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വീടിനകത്താണുള്ളത്. പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനിക്കാറായോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. 8 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും ഈ 10-ാം മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്തയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖ നടനും സംവിധായകനും നിർമ്മാതാവുമായ സോബിൻ ഷാഹിറിന്റെ വീട്ടിലാണ് ഇൻകം ടാക്സ് വകുപ്പിന്റെ പരിശോധന നടക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് IT ഫയൽ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നികുതി അടയ്ക്കുന്നതിൽ കൃത്യമായി വീഴ്ച വരുത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 8 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. ഇപ്പോഴും സമയം 5:30 ആയിരിക്കും. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തുടരുകയാണ്.